നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ബ്രിട്ടീഷ് വ്യോമതാവളം വിട്ടു നൽകില്ലെന്ന് യു കെ. വ്യോമതാവളങ്ങൾ ഉപയോഗിക്കുവാനുള്ള അമേരിക്കയുടെ അപേക്ഷ ബ്രിട്ടീഷ് സർക്കാർ നിരസിച്ചു. സ്വീഡന് സമീപമുള്ള RAF ഫയർഫോർട്ട് എന്ന വ്യോമതാവളത്തിൽ നിന്ന് ദീർഘദൂര ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് അമേരിക്ക അനുമതി തേടിയത്. എന്നാൽ ഇറാനെതിരെയുള്ള മുൻകൂർ ആക്രമണങ്ങൾ പങ്കാളിയാകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ആവശ്യം തള്ളിയത്. മിഡിൽ ഈസ്റ്റിൽ സൈനിക വിന്യാസം ശക്തമാക്കുന്ന വാഷിംഗ്ടൺ ഇറാനെതിരെയുള്ള വിവിധ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്തുവരികയാണ്. ഈ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചാഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് കൈമാറുവാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം അതീവ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. മുൻ രാജകുമാരൻ ആൻഡ്രൂ മൌണ്ട് ബാറ്റൻ വിൻസറെ ഇന്നലെ തേംസ് വാലി പോലീസ് അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെ തുടർന്ന് ആൻഡ്രൂവിനെതിരെ അന്വേഷണം നടന്നുവരികയായിരുന്നു. തുടർന്നാണ് പബ്ലിക് ഓഫീസ് ദുരുപയോഗം ചെയ്ത കുറ്റത്തിന് ഇന്നലെ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി നോഫോക്കിലെ എൽഷം പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലായി കൊണ്ടുപോയത്. ആൻഡ്രൂ ട്രേഡ് ആൻവോയ് ആയിരുന്ന കാലത്ത് എപ്സ്റ്റീനുമായി രഹസ്യരേഖകൾ പങ്കുവച്ചു എന്നാണ് പരാതി. 66ാം പിറന്നാൾ ദിനത്തിലാണ് സാൻഡിംഗ്ഹാം എസ്റ്റേറ്റിലെ വസതിയിൽ നിന്ന് തേംസ് വാലി പോലീസ് ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണത്തിന് ശേഷം വൈകുന്നേരത്തോടെ അദ്ദേഹത്തെ വിട്ടയച്ചതായും തേംസ് വാലി പോലീസ് അറിയിച്ചു. നോർഫോക്കിലെ ഒരു വസ്തുവിൽ നടത്തിയ റെയ്ഡുകൾ അവസാനിച്ചതായും തേംസ് വാലി പോലീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുൻ വിലാസമായ ബെർക്ക്ഷയറിലെ വിൻസറിലെ റോയൽ ലോഡ്ജിൽ റെയ്ഡുകൾ തുടരുകയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. രാജ്യത്തെയും രാജകുടുംബത്തെയും നടുക്കിയ മുൻ രാജകുമാരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ചാൾസ് രാജാവ് ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തി. നിയമം അതിന്റെ വഴിയിലൂടെ പോകണമെന്ന് ചാൾസ് രാജാവ് വ്യക്തമാക്കി. സഹോദരനായ ആൻഡ്രൂ പൊതു ഓഫീസിലെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട സംശയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാജാവിന്റെ പ്രതികരണം. അറസ്റ്റ് നടന്ന ഇന്നലെ ചാൾസ് രാജാവ് ലണ്ടനിലെ സെന്റ് ജെയിംസ് പാലസിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതേസമയം പ്രധാനമന്ത്രി കെ സ്റ്റാമർ നിയമത്തിന് മുകളിൽ ആരുമില്ല എന്ന് പ്രതികരിച്ചു. ആവശ്യമായ വിവരങ്ങൾ ഉള്ളവർ അന്വേഷണവുമായി സഹകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിട്ടീഷ് ചരിത്രത്തിൽ രാജകുടുംബാംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപൂർവ സംഭവമായാണ് ലോകം വിലയിരുത്തുന്നത്. മുൻ രാജകുമാരന്റെ അറസ്റ്റിനെ അസാധാരണമായ വീഴ്ചയെന്ന് വിശേഷിപ്പിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി. എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് ഓസ്ട്രേലിയയെ റിപ്പബ്ലിക്കാക്കുന്നതിനുള്ള പുതിയ റഫറണ്ടം നടത്തുവാൻ സർക്കാർ പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതെന്നും കോടതി വിധി വരെ പോകാനിടയുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുവാൻ തനിക്ക് പരിമിതികളുണ്ടെന്നും ജനങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ ശ്രദ്ധയോടെ പിന്തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിപ്പബ്ലിക്കിനോടുള്ള തന്റെ പിന്തുണ ആവർത്തിച്ചെങ്കിലും നിലവിൽ പുതിയ റഫറണ്ടം നടത്തുവാൻ സർക്കാർ ആലോചിക്കുന്നില്ലെന്നും ചാൾസ് രാജാവിനോടും രാജ്ഞിയോടും തനിക്ക് ബഹുമാനമുണ്ടെന്നും ഓസ്ട്രേലിയയോടുള്ള രാജാവിന്റെ സ്നേഹം വ്യക്തമായി അറിയാമെന്നും ആൽബനീസ് കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ ബ്രിട്ടീഷ് കൌൺസിലിൽ യു കെ എഡ്യൂക്കേഷൻ ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി ഹബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യ UK വിഷൻ 2035ന്റെ ഭാഗമായാണ് ഈ പുതിയ സംരംഭം. ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ നയവും ബ്രിട്ടന്റെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ തന്ത്രവും തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള സുപ്രധാന പ്ലാറ്റ്ഫോമായി ഹബ്ബ് പ്രവർത്തിക്കും. ഇരു രാജ്യങ്ങളിലെയും സർവകലാശാലകൾ, വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ, മറ്റ് നിയന്ത്രണ ഏജൻസികൾ എന്നിവരെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് നിർണായകമാണെന്നും പുതിയ ഹബ്ബ് വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാകുമെന്നും ഉദ്ഘാടന ചടങ്ങിൽ ഡേവിഡ് ലാമി പറഞ്ഞു. ലിറ്റിൽ ഏഡൻ ഹോളിഡേ പാർക്കിൽ 2 കൌമാരക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാടകയ്ക്ക് നൽകിയിരുന്ന ഒരു താമസ യൂണിറ്റിനുള്ളിൽ 15 വയസ്സുള്ള പെൺകുട്ടിയെയും 17 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും ബുധനാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 33 വയസ്സുള്ള ഒരാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും കാർബൺ മോണോക്സൈഡ് വിഷബാധയുമായി ബന്ധപ്പെട്ടിട്ടാണോ മരണമെന്ന സാധ്യത പരിശോധിച്ചു വരികയാണെന്നും ചീഫ് സൂപ്രണ്ടായ മാറ്റ് പേജ് വ്യക്തമാക്കി. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ പ്രദേശത്ത് പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും സ്ഥലത്ത് സുരക്ഷാ വലയം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹംബർഷൈർ പോലീസ് അറിയിച്ചു. ദക്ഷിണേന്ത്യൻ കലാരൂപങ്ങളുടെയും സംഗീതത്തിന്റെയും കാഴ്ചകൾ ഒരുക്കുന്ന മഴവിൽ ഫ്ലാഷ് 2026 നാളെ അരങ്ങേറും.
ബാരിംഗ്ടൺ തിയേറ്ററിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി വൈകുന്നേരം 10 മണി വരെ ഉണ്ടാകും. വിവിധ നൃത്തരൂപങ്ങളും തത്സമയ സംഗീത പ്രകടനങ്ങളും ഉൾപ്പെടെ കാണികളെ വിസ്മയിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ വേദിയിൽ അവതരിപ്പിക്കപ്പെടും. കലയ്ക്കൊപ്പം തന്നെ നാടൻ രുചികൾ ആസ്വദിക്കുവാനുള്ള അവസരവും സംഘാടകർ ഒരുക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ കുറഞ്ഞ നിരക്കിൽ കാണികൾക്ക് ഇതിലൂടെ ലഭ്യമാകും. നാടിന്റെ തനിമയും സൌഹൃദവും പങ്കുവയ്ക്കുന്ന ഈ ആഘോഷത്തിലേക്ക് എല്ലാ കലാസ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് വളരെ ഗൌരവകരമായാണ് കാണുന്നതെന്ന് ആശുപത്രി അധികൃതർ. നിർഭാഗ്യകരമായ സംഭവമാണിതെന്നും ഗൌരവമായാണ് വിഷയത്തെ കാണുന്നതെന്നും ആശുപത്രി പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ പറഞ്ഞു. ഉഷ ജോസഫിനെ ശസ്ത്രക്രിയ നടത്തിയതെന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വത്തിലാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. പ്രസ് മീറ്റ് നടത്തുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ ഡോക്ടർമാരുടെ മുഖം മറിച്ച് മേശപ്പുറത്ത് കയറിയിരുന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. ശബരിമല കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് എ പത്മകുമാറിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ 90 ദിവസം റിമാൻഡ് പൂർത്തിയായതോടെയാണ് എസ്ഐടി കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി പത്മകുമാർ സ്വാഭാവിക ജാമ്യം നേടിയത്. മങ്കട സദാചാര കൊലക്കേസിൽ 5 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി. 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഷറഫുദ്ദീൻ, 2-ാം പ്രതി അബ്ദുൽ ഗഫൂർ, 3-ാം പ്രതി അബ്ദുൽ നാസർ, 4-ാം പ്രതി സക്കീർ ഹുസൈൻ, 5-ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കൂട്ടിൽ കുന്നശ്ശേരി നസീർ ഹുസൈനെ മർദ്ദിച്ചു കൊന്നു എന്നാണ് കേസ്. 2016 ജൂൺ 28-നായിരുന്നു കൊലപാതകം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.